വെൽക്കം ടു എച്ച് ഡയറീസ്. ഇത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല മഴയുള്ളൊരു കാലാവസ്ഥയിലാണ്. ഇപ്പോൾ ഒരു ജൂൺ മാസം എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല മഴയാണ്. അതിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയൊരു ഫ്രൂട്ടാണ്. പുതിയതെന്നല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രൂട്ട്. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു ഫ്രൂട്ടാണ് നമ്മുടെ വേറൊന്നുമല്ല മാംഗോസ്റ്റിന്റെ ഫ്രൂട്ട്. അപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന ഒരു മരമാണ് ബേസിക്കലി ഇത്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്ന്. വേറൊരു രീതിയിലാണ് എൻ്റെ അവതരണം ഇന്നത്തെ. അപ്പോൾ അതാണ് ഹൈലൈറ്റ് ഒന്ന്. രണ്ട്, ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പോഴത്തെ കാലഘട്ടം എല്ലാവർക്കും അറിയാലോ, ആധുനിക കാലഘട്ടമാണ്. എല്ലാത്തിനും ഗൂഗിളും കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കുറെ ജോലിയും പോയി അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സെയിം AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് നമ്മളെ ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു പരീക്ഷണമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ അതിനുവേണ്ടി ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ മാംഗോസ്റ്റിനെയാണ്. അപ്പോൾ അതിന്റെ കൃഷി രീതികളും കാര്യങ്ങളും നമ്മുടെ ചാനൽ ഒരു കൃഷിയെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണല്ലോ, ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ AI നമ്മളെ എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ കഥ. അതിനുവേണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോണും AI യൂസ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ ആളോട് തന്നെ നമുക്ക് ഒരു നമസ്കാരം പറഞ്ഞ് ആദ്യം തുടങ്ങാം. നമസ്കാരം AI. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ നിങ്ങളെ സഹായിക്കാനായി ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, എന്റെ ഇന്നത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഞാനൊരു മരം കാണിക്കാം. ആ മരം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. എന്നിട്ട് അതിന്റെ സവിശേഷതയും കാര്യങ്ങളും അറിയിക്കുകയാണ് ഇന്ന് എന്റെ ചോദ്യം. അതിന് സഹായിക്കാൻ പറ്റുമോ? തീർച്ചയായും. മരം കാണിച്ചു തരൂ. അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. ഈ മരം കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഏത് മരമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊരു മംഗോസ്റ്റിൻ മരമാണെന്ന് തോന്നുന്നു. കട്ടിയുള്ള ഇലകളും ഉരുണ്ട കായ്കളും ഇതിന്റെ പ്രത്യേകതയാണ്. മംഗോസ്റ്റിന്റെ ജന്മദേശം മലേഷ്യയാണെങ്കിലും കേരളത്തിൽ ഇത് ധാരാളമായി കണ്ടുവരുന്നു. ഇതിന്റെ കായ്ക്കുള്ളിലെ വെളുത്ത അല്ലികൾ നല്ല മധുരമുള്ളതാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഉത്തരം കിട്ടിയതുണ്ടല്ലേ. അതുപോലെ ബാക്കി ചോദ്യങ്ങളും കാര്യങ്ങളും നമ്മൾ ഇതിനു വേണ്ടി ചോദിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന മാംഗോസ്റ്റിൻ എന്തുകൊണ്ട് മലേഷ്യയിലാണെന്ന് ഇപ്പൊ എനിക്ക് അറിവ് കിട്ടിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. മേ ബി അതിന്റെ ക്ലൈമറ്റും കാര്യങ്ങളും അത് വെച്ചിട്ടാണോ ഇവിടെ കേരളത്തിലും ഇത് ഉണ്ടാവാനുള്ള സാധ്യത കൂടിയത്? തീർച്ചയായും. മംഗോസ്റ്റിൻ ഒരു ഉഷ്ണമേഖലാ പ്രദേശത്ത് വളരുന്ന സസ്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാലാവസ്ഥ ഇതിന് അനുയോജ്യമാണ്. കേരളത്തിൽ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് ഉള്ളത്. അതുപോലെ മംഗോസ്റ്റിൻ വളരാൻ നല്ല സൂര്യപ്രകാശവും ധാരാളം മഴയും ആവശ്യമാണ്. കണ്ടോ? അപ്പോ വളരെ വളരെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മീൻസ് ഒരു ഡീറ്റെയിൽഡ് ഒരു കാര്യമാണ് നമുക്ക് AI പറഞ്ഞു തരുന്നത്. ഒരു സാധനം അല്ല, ഒരു കൃഷി അല്ല, ഒരു നമ്മളൊരു വിത്ത് കൃഷി ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ പിന്നെ അതിന്റെ ഉത്ഭവം തൊട്ട് അതെങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ ഒരു ബേസ് വരെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിൽ നിന്നുള്ള രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്നത്. ഇപ്പൊ മലയോര പ്രദേശം ആയിക്കോട്ടെ, ഏത് പ്രദേശം ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ളത് ആയിക്കോട്ടെ, നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ബേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു വെയിൽ കിട്ടുന്ന രീതി വെച്ചാൽ അതിന്റെ വളർച്ച കിട്ടുന്ന മനസ്സിലായി. ഇപ്പൊ ചൂടത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തിന്റെ ഒക്കെ കീഴെ വെച്ച് കഴിഞ്ഞാൽ വളരത്തില്ല എന്നൊരു ചെറിയൊരു അറിവ്. ഓരോന്നും ഓരോ അറിവല്ലേ. അപ്പൊ ഓരോന്നും നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങളും ഇതിനോട് തന്നെ ചോദിക്കാം, എന്തൊക്കെയാ പറയുന്നൊക്കെ. അപ്പോൾ ഇതിന്റെ കൃഷി രീതികളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു പറഞ്ഞു മനസ്സിലാക്കാവോ? തീർച്ചയായും പറയാം. മംഗോസ്റ്റിൻ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ചില കാര്യങ്ങൾ ഇതാ. കാലാവസ്ഥ. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് മംഗോസ്റ്റിൻ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. താപനില 20 മുതൽ 35 വരെ ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കണം. മണ്ണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് മംഗോസ്റ്റിൻ കൃഷിക്ക് വേണ്ടത്. മണ്ണിൽ ധാരാളം ജൈവാംശം ഉണ്ടായിരിക്കണം. നടിയിൽ വിത്തുകൾ മുളപ്പിച്ചോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളോ നടാനായി ഉപയോഗിക്കാം. തൈകൾ തമ്മിൽ ഏകദേശം 10 മുതൽ 12 വരെ മീറ്റർ അകലം നൽകണം. പരിചരണം. മംഗോസ്റ്റിൻ തൈകൾക്ക് വളരാൻ ധാരാളം സൂര്യപ്രകാശം ആവശ്യമാണ്. അതുപോലെ മണ്ണിന് എപ്പോഴും ഈർപ്പം നിലനിർത്തണം. വളർച്ചയുടെ ആദ്യ വർഷങ്ങളിൽ തൈകൾക്ക് തണൽ നൽകുന്നത് നല്ലതാണ്. അപ്പൊ എന്തൊരു അറിവുകളാണ് ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് എനിക്കിത് കിട്ടിയത്. ഭയങ്കര ആശ്ചര്യമായിരിക്കുന്നു എന്തായാലും. അതുപോലെ തന്നെ നമുക്കും മറ്റൊരാളുടെ ആവശ്യമില്ലാതായിരിക്കുകയാണ് ഈ ഒരു സാധനം കൊണ്ട്. തീർച്ചയായും ഒരു തരത്തിൽ ഉപയോഗമുണ്ട്, ഒരു തരത്തിൽ നമുക്ക് ദൂഷ്യവും ചെയ്യുന്നതാണ്. പക്ഷെ ഒരു പരിധിവരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് പരസഹായം ഇല്ലാണ്ട് നമുക്കൊരു കൃഷി തുടങ്ങാൻ വളരെയധികം നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സാധനമാണിത്. ഒരു പരോപകാരിയായിട്ട് നമുക്ക് ഞാനിപ്പോ ഒരു ബഡ് തൈ, ഒരു തൈ മാംഗോസ്റ്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൈ ആയിക്കോട്ടെ, അത് നമുക്കിപ്പോ സാധാരണ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നമുക്കറിയത്തില്ല അത് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം. ചുമ്മാ നട്ട് വെച്ച് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ
അതിന്റെ ഒരു കൃഷി രീതി, അതിന്റെ ഒരു നടൽ രീതി, ഇതിലെ രീതി കാണത്തില്ല. എല്ലാത്തിനും ഒരു തടം എടുക്കുക, അല്ല അതിന്റെ ഒരു ഇപ്പൊ തെങ്ങിനായിക്കോട്ടെ ഒരു തടം എടുക്കണ്ടേ, അപ്പൊ അതിനടുത്ത് തടം ഒരുക്കുക, അതിനനുസരിച്ചുള്ള വളം ചെയ്ത് എന്നിട്ടാണ് നമ്മൾ ആ തെങ്ങ് അതിനകത്തേണ്ടത്. അതുപോലെ രീതികളും കാര്യങ്ങളും നമുക്ക് വളരെ അനായാസം ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം ചെയ്യാം, വേറെ മാംഗോസിന്റെ ഇല അല്ലെങ്കിൽ വീഡിയോ കാണിക്കാണ്ട് തന്നെ നമുക്ക് ഇത് ചോദിച്ചു നോക്കാം, അതിന്റെ കൃഷി രീതി എങ്ങനെ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ കാണാതെ തന്നെ എങ്ങനെ പറയുമെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു മാംഗോസ്റ്റിൻ എന്നൊരു തൈ എൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൃഷി രീതികളും കാര്യങ്ങളും എനിക്ക് എവിടെ തുടങ്ങണമെന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. മംഗോസ്റ്റിൻ തൈ നടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം പ്രധാനമാണ്. നല്ല സൂര്യപ്രകാശവും അതേസമയം അധികം കാറ്റില്ലാത്തതുമായ സ്ഥലം തിരഞ്ഞെടുക്കുക. മണ്ണിന് നല്ല നീർവാർച്ച ഉണ്ടായിരിക്കണം. തൈകൾ തമ്മിൽ ഏകദേശം 10 മുതൽ 12 വരെ മീറ്റർ അകലം നൽകണം. തൈ നടുമ്പോൾ അതിന്റെ വേരുകൾക്ക് കേടുപാടുകൾ വരാതെ ശ്രദ്ധിക്കണം. നട്ട ശേഷം തൈക്ക് താങ്ങ് നൽകുന്നത് നല്ലതാണ്. കൂടാതെ തൈയുടെ വളർച്ചയുടെ ആദ്യ വർഷങ്ങളിൽ അതിന് തണൽ നൽകണം. മംഗോസ്റ്റിൻ തൈകൾക്ക് വളരാൻ ധാരാളം ഈർപ്പം ആവശ്യമാണ്. അതുകൊണ്ട് നനവ് നിലനിർത്താൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് അത് ഓക്കെ, ഇതിന്റെ നമുക്കൊരു തുടക്കം കിട്ടി, ഒരു ബേസ് കാര്യങ്ങൾ കിട്ടി. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ മാംഗോസിന്റെ നമ്മൾ തൈ നട്ട് വളം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു അടുത്ത സ്റ്റേജ് എങ്ങനെയായിരുന്നു? ഒരു അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞുള്ള സ്റ്റെപ്പ് എങ്ങനെയാണ്? പിന്നെ പരിപാലനം കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? തൈ നട്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് മരത്തിന് ആവശ്യമായ വളങ്ങൾ നൽകുക എന്നതാണ്. ജൈവവളങ്ങൾ നൽകുന്നതാണ് മരത്തിന് ഏറ്റവും നല്ലത്. കൂടാതെ മരത്തിന് ചുറ്റുമുള്ള കളകൾ നീക്കം ചെയ്യണം. മരത്തിന് ആവശ്യമായ നനവ് നൽകാനും ശ്രദ്ധിക്കണം. മരം വളർന്നു വലുതാകുമ്പോൾ അതിന് താങ്ങ് നൽകുന്നത് നല്ലതാണ്. വേറെ എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? ഞാൻ വേറെ എന്തൊക്കെ ശ്രദ്ധിക്കണം? മംഗോസ്റ്റിൻ മരത്തിന് രോഗങ്ങളും കീടങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ശ്രദ്ധിക്കണം. മരത്തിന് ചുറ്റുമുള്ള പ്രദേശം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അതുപോലെ മരത്തിന് ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മരത്തിന് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അതിന് ഉചിതമായ മരുന്നുകൾ നൽകണം. അപ്പോൾ എനിക്ക് വേറൊരു സംശയം വന്നാണ്, മാംഗോസ്റ്റിൻ മരത്തിന് അധികം രോഗം വരുന്ന ഒരു മരമാണോ? അപ്പൊ അല്ലെങ്കിൽ മരം വരുന്നതാണെങ്കിൽ അതിനെ എങ്ങനെ പരിപാലിക്കാമെന്ന് പറയാമോ? കാരണം അങ്ങനെ മരത്തിനൊരു രോഗം എങ്ങനെയാണ് വരിക? സാധാരണയായി മംഗോസ്റ്റിൻ മരത്തിന് രോഗങ്ങൾ വരാൻ സാധ്യത കുറവാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മരത്തിന് ഇലപ്പുള്ളി രോഗം വരാൻ സാധ്യതയുണ്ട്. ഇലകളിൽ തവിട്ട് നിറത്തിലുള്ള പുള്ളികൾ കാണുന്നതാണ് ഇതിന്റെ ലക്ഷണം. അതുപോലെ മരത്തിന് ചീഞ്ഞഴുകൽ രോഗം വരാനും സാധ്യതയുണ്ട്. തായ്തടിയിലും വേരുകളിലുമാണ് ഈ രോഗം സാധാരണയായി കാണുന്നത്. മരത്തിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു കാർഷിക വിദഗ്ധനെ സമീപിക്കുന്നത് നല്ലതാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ: ഞാൻ വൈദ്യോപദേശമോ രോഗനിർണയമോ നൽകുന്നില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു മെഡിക്കൽ പ്രൊഫഷണലുമായി സംസാരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. അപ്പോൾ അത് നോക്കിയിട്ട് പറയാം. അതായത് ഒരു രോഗം വന്ന ഒരു ഇലയാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് കണ്ടിട്ട് ഒരു രോഗം വന്ന ഇല പോലെ തോന്നിയതാണ്. ഒന്ന് നോക്കിയിട്ട് പറയാമോ? തീർച്ചയായും. മംഗോസ്റ്റിൻ ഇലകളിൽ കാണുന്ന പുള്ളികൾ ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഈ രോഗം സാധാരണയായി ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. രോഗം ഗുരുതരമാകാതിരിക്കാൻ ഉചിതമായ മരുന്നുകൾ നൽകണം. കൂടാതെ രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത് നശിപ്പിക്കുകയും വേണം. ഇത് മനുഷ്യന് പ്രശ്നമായിട്ട് വരുന്ന ഒരു ഫംഗസ് ആണോ, അതോ ഒന്നും പറയാമോ? മംഗോസ്റ്റിൻ ഇലകളിൽ കാണുന്ന പുള്ളികൾ ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ഈ രോഗം സാധാരണയായി ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയില്ല. എങ്കിലും രോഗം ഗുരുതരമാകാതിരിക്കാൻ ഉചിതമായ മരുന്നുകൾ നൽകണം. കൂടാതെ രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത് നശിപ്പിക്കുകയും വേണം. അതുപോലെ ഒരുപാട് ഇലകൾ നീക്കിയാൽ അതും ഒരു പ്രശ്നമായിട്ട് വരില്ലേ മരത്തിന്? തീർച്ചയായും. മംഗോസ്റ്റിൻ ഇലകൾ അധികം നീക്കം ചെയ്താൽ അത് മരത്തിന് ദോഷം ചെയ്യും. ഇലകളാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ മരത്തിന് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇലകൾ അധികം നീക്കം ചെയ്താൽ മരത്തിന്റെ വളർച്ചയെ അത് പ്രതികൂലമായി ബാധിക്കും. രോഗം ബാധിച്ച ഇലകൾ മാത്രം നീക്കം ചെയ്താൽ മതി. ഈ പഴത്തിന്റെ മുകളിൽ കാണുന്ന വരകൾ എന്തിന്റെയാണെന്ന് വിശദീകരിക്കാമോ? എന്തെങ്കിലും കേടുപാടുകൾ ഉള്ളതാണോ, അതോ നല്ലതാണോ? ഇത് ഭക്ഷ്യയോഗ്യമാണോ? മാംഗോസ്റ്റിൻ കായ്ക്ക് കുഴപ്പമൊന്നുമില്ല. തൊലിപ്പുറമേയുള്ള വരകൾ പ്രാണികൾ കുത്തിയതാകാനാണ് സാധ്യത. ഇത് പഴത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കില്ല. ഈ പഴം ഭക്ഷ്യയോഗ്യമാണ്. ഓക്കെ, അപ്പോ ഇത് കണ്ട് നിർണ്ണയിക്കാൻ വരെ പറ്റിയിട്ടുണ്ട് എഐക്ക്. അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ നമുക്കിതിനെ ഒരു പരിധി വരെ വിശ്വസിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് കണ്ടിട്ട് ഓക്കെ, ഒരു എന്തെങ്കിലും പ്രാണി പുറകിൽ
കുത്തിയതാവണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നതിന് പ്രശ്നമില്ല, കാരണം ഇതിനുള്ളിലാണ് ബേസിക്കലി ഇതിന്റെ കായ വരുന്നത്. നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു കായ വരുന്നത്. അപ്പോൾ ഇതിന്റെ തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അകത്തോട്ട് അധികം ബാധിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എയും പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതിന്റെ കാലാവധി, അതായത് നമ്മളിപ്പോൾ ഒരു തൈ വാങ്ങിച്ചു വെച്ച് എത്ര കാലം കൊണ്ട് നമുക്ക് അതിന് വിളവ് വന്ന് തുടങ്ങും, എത്ര നാൾ മുതൽ കിട്ടി തുടങ്ങും എന്ന് വിശദീകരിക്കാമോ? സാധാരണയായി മംഗോസ്റ്റിൻ തൈകൾ നട്ട് കായ്ക്കാൻ തുടങ്ങാൻ ഏകദേശം 8 മുതൽ 10 വരെ വർഷമെടുക്കും. ചില മരങ്ങൾ കായ്ക്കാൻ കൂടുതൽ സമയമെടുത്തെന്നും വരാം. മരം നന്നായി വളർന്ന് വലുതായാൽ മാത്രമേ കായ്കൾ ഉണ്ടാകൂ. മരത്തിന് നല്ല സൂര്യപ്രകാശവും വളക്കൂറുള്ള മണ്ണും ആവശ്യമാണ്. ഓക്കെ, നമുക്കപ്പോ ഇത് വളരെ കൊമേഴ്ഷ്യലായിട്ട് നടത്തുന്ന ഒരു നല്ലൊരു ലാഭകരമായ ബിസിനസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും മംഗോസ്റ്റിൻ കൃഷി വളരെ ലാഭകരമായ ഒരു ബിസിനസ്സാണ്. മാംഗോസ്റ്റിൻ പഴങ്ങൾക്ക് വിപണിയിൽ ഉയർന്ന വിലയുണ്ട്. കൂടാതെ മാംഗോസ്റ്റിൻ പഴങ്ങൾക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുമുണ്ട്. അതുകൊണ്ട് മാംഗോസ്റ്റിൻ കൃഷി ചെയ്താൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് ഔഷധ ഗുണമാണ് മാംഗോസ്റ്റിനെ വെച്ചുള്ളത് നമുക്ക്? അതായത് മരുന്നിന് ഉപയോഗിക്കുകയാണോ, അതോ എന്തൊക്കെ വിറ്റാമിൻസ് എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? മാംഗോസ്റ്റിനിൽ ധാരാളം പോഷകങ്ങളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി, ഫോളേറ്റ്, വിറ്റാമിൻ B1, വിറ്റാമിൻ B2, മാംഗനീസ്, കോപ്പർ, മഗ്നീഷ്യം എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഇതിൽ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. മാംഗോസ്റ്റിൻ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹന പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകാനും സഹായിക്കും. ഒരുപാട് ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇന്നത്തെ ഒരൊറ്റ സാധനം, ഒരൊറ്റ 2-3 ചോദ്യത്തിൽ നിന്ന് കുറെ ഉത്തരങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പൊ വളരെ നല്ലൊരു കാര്യമാണ്. പുകഴ്ത്തിക്കൊണ്ടുള്ള വീഡിയോ അല്ല ഇത്, പക്ഷെ എൻ്റെ ഒരു പരീക്ഷണം. കാരണം ഞാൻ ഒരു കൃഷി ചെയ്യുന്ന ഒരാളാണ്, കൃഷികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഓരോരുത്തർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്തൊക്കെ എവിടെ നിന്നൊക്കെ ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നു. അപ്പോൾ ത്രൂ എന്തൊക്കെ ചെയ്യുന്ന പറ്റുന്ന ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് കുറേ കാര്യങ്ങൾ ഈ ഒരു ഒറ്റ ചെറിയ പഴത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെറിയ കായിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കുറേ ഔഷധ ഗുണമുണ്ട്. അതുപോലെ അതിൻ്റെ വളർച്ചാ രീതി, അതിൻ്റെ പരിപാലിക്കേണ്ട രീതി, കൃഷി രീതി, എല്ലാം രീതി. അതിപ്പോൾ ഒരു ബിസിനസ്സായിട്ട് ഒരു കൊമേഴ്ഷ്യലായിട്ട് നടുവാണേലും അതിൻ്റെയും ഉപയോഗങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ അത് ലാഭകരമാണോ എന്നുള്ള രീതിയിൽ ഒരു 70% നമുക്ക് ഇതിനെ വിശ്വസിക്കാം. കാരണം അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു തൈയാണ്, അല്ലെ ഒരു മരമാണ് നമ്മുടെ മാംഗോസ്റ്റിൻ. അപ്പോൾ ഇത് വെച്ച് വെച്ച് നട്ടവരാർക്കും നഷ്ടം വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ തോന്നലും അതുപോലെ തന്നെ പറയുന്നതും വെച്ച് നോക്കുവാണെങ്കിൽ തോന്നുന്നത്. ഓക്കെ, കുറച്ച് തിരക്കുകളും കാര്യങ്ങളും കാരണം എനിക്ക് അധികം വീഡിയോ ഇടാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. എന്തായാലും ഞാൻ ഇനിയുള്ള വീഡിയോകൾ ഇങ്ങനെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കാരണം ഈ ഉപയോഗിച്ചുള്ള കുറേ കാര്യങ്ങൾ കൂടുതൽ, അതായത് ഇപ്പോൾ ഒരു കൃഷിക്കാരൻ്റെ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം വേറെ ആയിരിക്കും, നിന്ന് കിട്ടുന്ന അനുഭവം വേറെ ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയുള്ള വീഡിയോ നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് ഇടുന്നതായിരിക്കും. കുറേ പേർക്ക് അല്ലാതെയും അറിവുകൾ കാണും. ഇതിൽ നിന്നുള്ള അറിവുകൾ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു കൃഷി അല്ലെങ്കിൽ നല്ലൊരു കേരളം വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ അതിൽ നിന്നുള്ള അഭിപ്രായം വെച്ചിട്ട് ഞാൻ ഇനിയും വീഡിയോകൾ എന്തായാലും ഇടുന്നുണ്ടാവും. എന്തായാലും ഇനിയും വീഡിയോകൾ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. മാംഗോസ്റ്റിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു മാംഗോസ്റ്റിൻ ഞാൻ ഇപ്പോൾ പറിച്ചിട്ടുണ്ട്. ഇത് ഇത്ര സൈസ് ചെറുതാണ്. ബേസിക്കലി താഴെ നിന്ന് ഞാൻ പറിച്ചത്. മേളിൽ നല്ല സൈസുള്ള ഇപ്പോൾ ഞാൻ ഇച്ചിരി മേളിലോട്ട് കയറണം. ഇനി ഞാൻ ഇതൊന്ന് തുറന്ന് കാണിക്കാം ഇതെന്താ അവസ്ഥ എന്ന്. വളരെ ഭംഗിയായിട്ടാണ് അടുക്കിയിരിക്കുന്നത്. കൊള്ളാം. ഇതിൻ്റെ ഒരു വലിയ കഷ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ പുളിയോടും മധുരോടും ചേർന്നൊരു ടേസ്റ്റ് ഇതിൻ്റെ വരുന്നത്. കൊള്ളാം. ഒരു ചെറിയ പുളിയും മധുരവും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്.